ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 3 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യയിലെ 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇന്ത്യയിൽ ഇപ്പോൾ 84 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. 84ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് വൈശാലി രമേഷ് ബാബു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് പ്രജ്ഞാനന്ദ രമേഷ് ബാബു. പ്രജ്ഞാനന്ദ രമേഷ് ബാബു 2018 ഇന്ത്യയിലെ 52ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. കേരളത്തിലെ നിഹാൽ സരിൻ ആണ് 53ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. 84ാമത്തേത് വൈശാലി രമേഷ് ബാബു, 52ാമത്തേത് സഹോദരനായിട്ടുള്ള പ്രജ്ഞാനന്ദ രമേഷ് ബാബു. കേരളത്തിലെ നിഹാൽ സരിൻ ആണെങ്കിൽ 2018 53ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി. അതിനുശേഷം പിന്നെ കേരളത്തിൽ നിന്ന് ആരും തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടില്ല. ഇന്ന് ലോകത്ത് ഏതാണ്ട് 2000ഓളം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. ഇതിൽ 42ാമത്തെ വുമൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് വൈശാലി രമേഷ് ബാബു. ഫിഡെ നൽകുന്ന ഒരു പദവിയാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, ഇന്റർനാഷണൽ മാസ്റ്റർ, ഫിഡെ മാസ്റ്റർ, കാൻഡിഡേറ്റ് മാസ്റ്റർ എന്നിവയെല്ലാം. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ 84 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ഇന്നത്തെ മറ്റ് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ വ്യവസായ പാർക്ക് ആരംഭിച്ചത് ഏത് കോളേജിലാണ്? ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മൂവാറ്റുപുഴയിലുള്ള ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ വ്യവസായ പാർക്ക്, അതായത് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആൻഡ് R&D സെന്റർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കരയും ആരംഭിച്ചിരുന്നു. അത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആൻഡ് R&D സെന്റർ ആണ്. ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കോളേജ് ക്യാമ്പസിനകത്തുള്ള കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്കാണ്. ഏതാണ്ട് 3 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള ഒരു പാർക്ക് ആണിത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് AI-ലും, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും റോബോട്ടിക്സിലാണ്. ഈ ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടോം തോമസ്. ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൗത്യത്തിന് ശേഷം ഏത് സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ ഇനം മറൈൻ ടാർഡിഗ്രേഡ് ബാറ്റ്ലിപ്പിസ് ചന്ദ്രയാനിക്ക് പേര് നൽകിയിരിക്കുന്നത്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ ഇനം മറൈൻ സ്പീഷ്യസ്, അതായത് ഒരു സമുദ്രത്തിലെ ഒരു ഇനമാണ് ടാർഡിഗ്രേഡ് എന്ന് പറയുന്ന ജലക്കരടികൾ. ഈ ജലക്കരടികൾ ഇതിലെ കണ്ടെത്തിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജലക്കരടിക്കാണ് ടാർഡിഗ്രേഡ് ബാറ്റ്ലിപ്പിസ് ചന്ദ്രയാനി എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇത് ചന്ദ്രയാൻ 3 എന്ന മിഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പേര്, അതായത് ചന്ദ്രയാനി എന്ന് നൽകിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3 എന്ന ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രയാൻ മിഷൻ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ജൂലൈ 14 കഴിഞ്ഞ വർഷം ജൂലൈ 14. അതിന്റെ ലാൻഡിംഗ് ആയിരുന്നു ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 എന്ന ഈ ഒരു മിഷൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഇപ്പോൾ കുസാറ്റ് നൽകിയിട്ടുള്ളത്, അതായത് ജലക്കരടിക്ക് നൽകിയിട്ടുള്ള പേരാണ് ബാറ്റ്ലിപ്പിസ് ചന്ദ്രയാനി എന്ന്. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കരടികൾ ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഈ ജലക്കരടികൾ എന്ന് പറയുന്ന ഈ ഒരു ഇനം ഇത് സമുദ്രത്തിൽ കാണുന്ന ഒരു തരം ഇനമാണ്. ഇതിനെ പറയുന്ന ഒന്നാണ് ടാർഡിഗ്രേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി റിസർച്ചസ് ആണ് ഇന്ത്യയിലെ 3ാമത്തെ ഇത്തരത്തിലുള്ള ഒരു ജലക്കരടി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് നൽകിയിട്ടുള്ള പേരാണ് ചന്ദ്രയാനി. 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്താൻ പോവുകയാണ്. അത് ഇന്ത്യയാണ് ഈ പ്രാവശ്യത്തെ, അതായത് 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്താൻ പോകുന്നത്. 2024 ചൈനയാണ്. 2000 ആദ്യത്തെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുള്ളത്. 2024, അതായത് ഈ വർഷം ചൈനയിലാണ്. ചൈന ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു BWFന്റെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എന്ന ഈ ഒരു ടൂർണമെന്റ് നടത്താൻ പോകുന്നത്. ഇന്ത്യ ആണെങ്കിൽ 2008 ഇത്തരത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്താൻ പോകുന്നത്. 2025 ഇത് ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടിയിലെ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റ്, ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് നടത്താൻ പോകുന്നത്. FIH പ്രോ ലീഗ് 2023-24 ഇന്ത്യക്കായി നയിക്കുന്ന പുതിയ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റന്റെ പേര് സലീമ ടെറ്റെ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രോ ലീഗ് 2023-24 ഇതിനുവേണ്ടി ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വനിതകളുടെ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്ന താരമാണ് സലീമ ടെറ്റെ. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദവി സലീമ ടെറ്റയ്ക്ക് ലഭിക്കുന്നത്.
സലീമ ടെറ്റ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഹോക്കി പ്രൊഫഷണൽ താരമാണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 സലീമ ടെറ്റയ്ക്ക് ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ അവാർഡ് ഫോർ പ്ലെയർ ഓഫ് ദി ഇയർ 2023 നൽകി ആദരിച്ചിരുന്നു. അതായത് ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ അവാർഡ് ഫോർ പ്ലെയർ ഓഫ് ദി ഇയർ 2023 എന്ന അവാർഡ്. ഇന്ത്യൻ സൈന്യവും പുനിത് ബാലൻ ഗ്രൂപ്പും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഭരണഘടനാ പാർക്ക് ഇത് വന്നിട്ടുള്ളത് പൂനെയിലാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സൈന്യം, പുനിത് ബാലൻ എന്നിവർ സംയുക്തമായിട്ട് ഒരു ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചടങ്ങിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ സിംഗ് ആണ്. പുനിത് ബാലൻ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സ്പോർട്സ് ക്ലബ്ബുകളുടെയും ഉടമസ്ഥനാണ് പുനിത് ബാലൻ. പ്രധാനമായിട്ടും പറയുമ്പോൾ ടെന്നീസിൽ ആണെങ്കിൽ പൂന ജാഗ്വാർ, കോക്കോയിലാണെങ്കിൽ മുംബൈ കിലാഡീസ്, ഹാൻഡ്ബോളിലാണെങ്കിൽ മഹാരാഷ്ട്ര അയൺമൻ, ക്രിക്കറ്റിലാണെങ്കിൽ കോലാപൂർ ടസ്കർ, ടേബിൾ ടെന്നീസിലാണെങ്കിൽ ബാംഗ്ലൂരു സ്മാഷേഴ്സ്, പ്രോ പഞ്ചിലാണെങ്കിൽ മുംബൈ മസിൽ എന്ന രീതിയിലുള്ള പല സ്പോർട്ടിംഗ് ക്ലബ്ബുകളുടെ ഉടമസ്ഥനാണ് പുനിത് ബാലൻ. എയർ ഇന്ത്യ അതിന്റെ പുതിയ എയർബസ് A350-900 വിമാനത്തിന്റെ പ്രവർത്തനം ഏത് റൂട്ടിലാണ് ആരംഭിച്ചത്? ഡൽഹി ദുബായ് റൂട്ട്. ഡൽഹി ദുബായ് റൂട്ടിൽ എയർ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആരംഭിച്ചു. ആദ്യമായിട്ടാണ് എയർ ഇന്ത്യ എയർബസ് A350-900 എന്ന വിമാനം ഇതിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു, അതായത് മെയ് 1 തീയതിയാണ് എയർ ഇന്ത്യ അതിന്റെ എയർബസ് A350-900 എന്ന ഈ ഒരു വിമാനത്തിന്റെ സർവീസ് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് 300 മുതൽ 350 പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വിമാനമാണ് എയർബസ്. ഇതിന്റെ മാക്സിമം സ്പീഡ് ആണ് 945 km/h. ആദ്യമായിട്ട് 2015 എയർബസിന്റെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എയർബസ് ഉള്ളത് സിംഗപ്പൂർ എയർലൈൻസിനാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം 3 മെയ് 2024 ഏത് സ്ഥലത്ത് നടക്കും? ന്യൂഡൽഹി. ഇന്ത്യ ഇന്തോനേഷ്യയുടെ 7ാമത്തെ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗ് ആണ് ഇന്ന്, അതായത് മെയ് 3 തീയതി ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന 2 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഗിരിധാർ അർമാനി. ശ്രീ ഗിരിധാർ അർമാനി ഇന്ത്യയിൽ നിന്നും, അതുപോലെ ഇന്തോനേഷ്യയുടെ ആണെങ്കിൽ എയർ മാർഷൽ റിട്ടയർഡ് ഡോണി എർമാവൻ ടോഫൻഡോ ആണ്. അപ്പൊ ഡോണി എർമാൻ ടോഫൻഡോയും ഗിരിധാർ അർമാനിയുമാണ് 7ാമത്തെ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്നത്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആണ് ജക്കാർത്ത. കഴിഞ്ഞ 2018 മുതൽ ഇന്തോനേഷ്യയുമായിട്ടുള്ള വളരെയധികം നല്ലൊരു ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ഇന്നലെ മെയ് 2 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദി ഏത്? ഇതിന്റെ ഉത്തരം കോങ്കോ നദി. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയാണ് കോങ്കോ നദി. ഏതാണ്ട് 220 മീറ്റർ ആഴത്തിലാണ് കോങ്കോ നദിയുടെ ചില സ്ഥലങ്ങളിലെ ആഴം. അതായത് 720 അടി താഴ്ചയാണ് കോങ്കോ നദിക്കുള്ളത്. ഏതാണ്ട് 4700 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു നദിയാണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ കോങ്കോയിലാണ്. കൂടാതെ ഇത് സാംബിയ, അങ്കോള, കാമറൂൺ, ടാൻസാനിയ എന്നിവയിലൂടെ ഒഴുകിക്കൊണ്ട് അറ്റ്ലാന്റിക് ഓഷനിൽ പതിക്കുന്ന ഒരു നദിയാണ് കോങ്കോ റിവർ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ വ്യവസായ പാർക്ക് ആരംഭിച്ചത് ഏത് കോളേജിലാണ്? ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൗത്യത്തിന് ശേഷം ഏത് സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ ഇനം മറൈൻ ടാർഡിഗ്രേഡ് ബാറ്റ്ലിപ്പിസ് ചന്ദ്രയാനിക്ക് പേര് നൽകിയിരിക്കുന്നത്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. 2024 ഫിഡെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത് ആരാണ്? വൈശാലി രമേശ് ബാബു. 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. FIH പ്രോ ലീഗ് 2023-24 ഇന്ത്യക്കായി നയിക്കുന്ന പുതിയ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റന്റെ പേര്? സലീമ ടെറ്റെ. ഇന്ത്യൻ സൈന്യവും പുനിത് ബാലൻ ഗ്രൂപ്പും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? പൂനെ. എയർ ഇന്ത്യ അതിന്റെ പുതിയ എയർബസ് A350-900 വിമാനത്തിന്റെ പ്രവർത്തനം ഏത് റൂട്ടിലാണ് ആരംഭിച്ചത്? ഡൽഹി ദുബായ് റൂട്ട്.
ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം 3 മെയ് 2024 ഏത് സ്ഥലത്ത് നടക്കും? ന്യൂഡൽഹി. ഇന്ന് മെയ് 3. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ആസ് പെർ 4th April 2024, what is the rank of India's men's football team in the FIFA World Ranking? 4 ഏപ്രിൽ 2024 പ്രകാരം ഫിഫ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.